ചില സാധനങ്ങൾ നമ്മൾ ഉണ്ടാക്കി പിള്ളേർക്ക് കഴിക്കാൻ കൊടുക്കുന്ന സമയത്ത് അവർക്കത് കഴിക്കാൻ വേണ്ടിയിട്ട് വലിയ താല്പര്യമൊന്നും ഉണ്ടാവില്ല കേട്ടോ. എന്നാൽ പിന്നെ ഇതുപോലെ ഫോണിലൂടെയോ അല്ലെങ്കിൽ മറ്റാരെങ്കിലും കഴിക്കുന്നത് കാണുമ്പോഴോ അവർക്കത് കഴിക്കാൻ വേണ്ടിയിട്ട് ഇതുവരെ ഇല്ലാത്തൊരാഗ്രഹമായിരിക്കേ. അങ്ങനെ നമ്മുടെ മേധുവാവക്ക് ഇഷ്ടപ്പെട്ടിട്ടുള്ള ഒരു ഐറ്റമാണ് ഇന്ന് ഉണ്ടാക്കി കൊടുക്കുന്നത്. അതും ട്രെൻഡിങ് ആയിട്ടുള്ള ഒരു ഐറ്റം കൂടിയാണ് കേട്ടോ. അതിനായിട്ട് മിക്സിയുടെ ജാറങ്ങ് എടുക്കുക, അതിലോട്ട് 1/4 കപ്പ് പഞ്ചസാര ഇട്ട് നന്നായിട്ട് പൊടിച്ച് മാറ്റി വെക്കണം. ഇനി അരിപ്പയിലോട്ട് 1 കപ്പ് മൈദ ഇട്ട് കൊടുത്തു. അതിൽ നിന്ന് 1.5 സ്പൂൺ മൈദ എടുത്ത് മാറ്റിയതിന് ശേഷം അതേ അളവ് തന്നെ 1.5 സ്പൂൺ കോൺഫ്ലോർ അങ്ങ് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ എടുത്തേക്കുന്ന 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറാണ്. പിന്നെ 1/2 ടീസ്പൂൺ ബേക്കിംഗ് സോഡ, 1/4 ടീസ്പൂൺ ഉപ്പ് കൂടെ ഇട്ട് ഇത് നല്ലോണം അരിച്ചെടുക്കണം. 2-3 പ്രാവശ്യമായിട്ട് അരിച്ചെടുക്കുന്നുണ്ടെങ്കിൽ അങ്ങനെ അങ്ങ് ചെയ്തെടുത്തോളൂ കേട്ടോ. അരിച്ചൊരു പാത്രത്തിലോട്ട് മാറ്റിയിട്ടുണ്ട്. ഇനി മിക്സിയുടെ വേറൊരു ജാർ എടുത്തു, അതിലോട്ട് 4 കോഴിമുട്ട പൊട്ടിച്ചിട്ട് കൊടുത്തതിന് ശേഷം 1 ടീസ്പൂൺ വാനില എസൻസ് കൂടെ ചേർത്ത് നല്ലോണം അടിച്ചെടുക്കണം. അതിലോട്ട് നമ്മൾ പൊടിച്ചു വെച്ചേക്കുന്ന പഞ്ചസാര മുഴുവനായിട്ട് അങ്ങ് ഇട്ട് കൊടുത്തതിന് ശേഷം വീണ്ടും നന്നായിട്ടൊന്ന് അടിച്ചെടുക്കണേ. പിന്നെ ഇതിലോട്ട് 1/2 കപ്പ് സൺഫ്ലവർ ഓയിലാണ് എടുത്തേക്കുന്നത്. ഓയിൽ ഒഴിച്ച് കഴിഞ്ഞാൽ കൂടുതൽ അങ്ങ് ഇട്ട് അടിക്കാൻ നിൽക്കണ്ട കേട്ടോ, ഒന്നങ്ങ് മിക്സ് ചെയ്തെടുത്താൽ മതി. എന്നിട്ട് ഞാനിതത് വേറൊരു പാത്രത്തിലോട്ട് ഇട്ട് കൊടുത്തതിന് ശേഷം നമ്മൾ അരിച്ചെടുത്തിട്ടുള്ള പൊടി കുറച്ച് ഇട്ട് കൊടുത്ത് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള ട്രെൻഡിങ് ആയിട്ടുള്ള ഒരു കേക്കിൻ്റെ റെസിപ്പിയാണ്. അതുപോലെ തന്നെ ബീറ്റർ ഓവനൊന്നും ഇല്ലാതെ നമുക്കിത് എളുപ്പത്തിൽ ചെയ്തെടുക്കാനും പറ്റും. ഇനി ഏത് പാത്രത്തിലാണോ നമ്മൾ ബേക്ക് ചെയ്യാൻ വെക്കുന്നത് ആ ഒരു പാത്രത്തിൻ്റെ അടിയിലും സൈഡിലൊക്കെ ആയിട്ട് ഓയിൽ തടവി കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു ബട്ടർ പേപ്പർ കൂടെ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഞാനിത് ഈ ഒരു പാത്രത്തിലാണ് ഇതങ്ങ് ബേക്ക് ചെയ്തെടുക്കുന്നത്. 10 മിനിറ്റ് ഒന്ന് ചൂടാക്കി എടുത്തിട്ടുള്ളതാണ്. അതിൻ്റെ ആ ഒരു ഹോൾ ഭാഗം എന്തെങ്കിലും വെച്ചിട്ട് കവർ ചെയ്ത് കൊടുക്കാം കേട്ടോ. ഒരു 25 മിനിറ്റൊക്കെ കഴിയുമ്പോൾ കേക്ക് നല്ല അടിപൊളിയായിട്ട് തന്നെ ബേക്കായിട്ട് വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ കേക്ക് തണുക്കാനായിട്ടൊന്ന് മാറ്റി വെക്കുക. ആ ഒരു സമയം കൊണ്ട് ഈ ഒരു കേക്കിൻ്റെ മെയിൻ ആയിട്ടുള്ള സാധനമാണ് ഉണ്ടാക്കിയെടുക്കുന്നത്. അതിനായിട്ട് ഒരു കപ്പിലോട്ട് 1 കപ്പ് പാലും 1/4 കപ്പ് വിപ്പിംഗ് ക്രീമും 1/4 കപ്പ് മിൽക്ക് മെയ്ഡും കൂടെ ചേർത്ത് നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് മാറ്റി വെക്കണം. മിൽക്ക് മെയ്ഡിന് പകരമായിട്ട് പഞ്ചസാര ചേർക്കാം, പക്ഷേ മിൽക്ക് മെയ്ഡ് ചേർത്ത് ഉണ്ടാക്കിയെടുക്കുമ്പോഴാണ് ആ ഒരു അടിപൊളി ടേസ്റ്റ് ഉണ്ടാവുക. ഇനി വേറൊരു പാത്രത്തിലോട്ട് 1 കപ്പ് വിപ്പിംഗ് ക്രീം എടുത്ത് അതും ബീറ്റ് ചെയ്ത് അങ്ങ് മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പോൾ ആ ഒരു സമയം കൊണ്ട് തന്നെ കേക്കൊക്കെ നല്ലോണം തണുത്ത് വന്നിട്ടുണ്ട്. അത് വേറൊരു പാത്രത്തിലോട്ട് വെച്ചതിന് ശേഷം മുകൾ ഭാഗം കട്ട് ചെയ്ത് ഇതുപോലെ ഹോളിട്ട് കൊടുക്കുന്നുണ്ട്. അതിൻ്റെ മുകളിലായിട്ട് വേണം നമ്മൾ ആ ഒരു മിൽക്കിൻ്റെ മിക്സ് ഒഴിച്ച് കൊടുക്കാനായിട്ട്. അപ്പോൾ കുറച്ച് ഒഴിച്ച് കൊടുത്തതിന് ശേഷം വീണ്ടും ഇതുപോലെ ഹോളിട്ട് വീണ്ടും ഒഴിച്ച് കൊടുക്കുക. 1/4 ഭാഗത്തോളം ആ ഒരു മിൽക്കിൻ്റെ മിക്സും ഇതിലായിട്ട് അങ്ങ് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോഴേ കേക്ക് നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടുമല്ലോ കേട്ടോ. ഇനി ഇതിൻ്റെ മുകളിലായിട്ട് നമ്മൾ ബീറ്റ് ചെയ്ത് വെച്ചേക്കുന്ന ക്രീം തേച്ച് ഒന്ന് സെറ്റ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നമ്മളിപ്പോൾ തന്നെ ഇതങ്ങ് കട്ട് ചെയ്ത് കൂടെ എടുക്കുന്നുണ്ട്. കട്ട് ചെയ്ത് കൊടുത്തതിന് ശേഷം ഇതിൻ്റെ എല്ലാ പീസിലുമായിട്ട് സ്ട്രോബെറിയുടെ പീസ് കൂടെ വെച്ച് കൊടുക്കുന്നുണ്ട്. കാണാൻ തന്നെ നല്ല ഭംഗിയില്ല, കഴിക്കാനും അടിപൊളി ടേസ്റ്റ് ആട്ടോ. ഒരു 2 മണിക്കൂർ വരെ ഇനിയിപ്പോൾ ഫ്രിഡ്ജിൽ വെച്ച് ഒന്ന് സെറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ കേക്കിത് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റാണ് കേട്ടോ കഴിക്കാനായിട്ട്. അപ്പോൾ നമ്മൾ നേരത്തെ മാറ്റി വെച്ചേക്കുന്ന ആ ഒരു മിൽക്കിൻ്റെ മിക്സ് ഇതിൻ്റെ കൂട്ടത്തിൽ അങ്ങ് ഒഴിച്ച് നമുക്ക് കഴിക്കാവുന്നതാണ്. അപ്പോൾ എളുപ്പമല്ലേ ഉണ്ടാക്കിയെടുക്കാനായിട്ട്. അതുപോലെ തന്നെ നല്ല അടിപൊളിയായിട്ടുള്ള ട്രെൻഡിങ് ആയിട്ടുള്ള ഒരു കേക്ക് കൂടെയാണ്. അപ്പോൾ ഇതുവരെ ഉണ്ടാക്കാത്തവർ ഒന്ന് ഉണ്ടാക്കി നോക്കുക, തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കരുത്. അതുപോലെ തന്നെ കൃഷ്ണ ഹോബി എന്നുള്ള നമ്മുടെ ഈ ഒരു പേജ് ഫോളോ ചെയ്യാത്തവർ ഒന്ന് ഫോളോ കൂടെ ചെയ്ത് സപ്പോർട്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇതുപോലെയുള്ള നല്ല നല്ല വീഡിയോസൊക്കെ ആയിട്ട് നമുക്ക് അടുത്ത ദിവസം കാണാം. അതുവരെ ബൈ.